ദഹി ചാവൽ കട്ട് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇറ്റ്സ് വെരി ടേസ്റ്റി ആൻഡ് ഈസി ടു പ്രിപ്പയർ. 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഫെനുഗ്രീക്ക് സീഡ്, ഉലുവ, ജിഞ്ചർ 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഇഞ്ചി എന്നിവ ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ ജീര, 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓഫ് ക്യാരറ്റ് ആഡ് ചെയ്യുക. അഗെയിൻ 1 ടീസ്പൂൺ ഓഫ് ഹര ചില്ലി, ഗ്രീൻ ചില്ലി 1 ടീസ്പൂൺ. ഇതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് സ്റ്റെയർ ചെയ്യുക. ആവശ്യത്തിന് സോൾട്ട് കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് മല്ലിയില അല്ലെങ്കിൽ മിൻറ്റ് ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യുക. തൈര് ആഡ് ചെയ്തതിന് ശേഷം ഇത് തിളപ്പിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഇനിയും ആഡ് ചെയ്യുന്നത് റൈസാണ്. ഉപ്പ് ചേർത്ത് വളരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്ത റൈസ് ആയിരിക്കണം. നമ്മൾ സാധാരണ കഴിക്കുന്നതിലും കുറച്ചുകൂടി നന്നായിട്ട് വെന്ത് വരണം. അത് ഉപ്പ് ചേർത്ത് തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ ഈ റൈസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തൈര് കുറച്ച് അധികം ഒഴിക്കുക. കാരണം സ്റ്റൗവിൽ നിന്ന് വാങ്ങിക്കഴിയുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് കട്ടിയാകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ലൂസായിട്ട് ഇരിക്കാൻ വേണ്ടി അതനുസരിച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് കുറച്ചധികം ലൂസായിട്ടാണ്. ഇങ്ങനെ എടുക്കുന്നതാണ് ഇവിടെ താല്പര്യം എല്ലാവർക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് കുറച്ച് അളവിൽ തൈര് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈരായിരിക്കും കുറച്ച് നല്ലത്. ഓക്കെ, സമ്മർ സീസണിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമാണിത്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല ഫ്ലേവറാണ്, വളരെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്, കാണാനും നല്ല ഭംഗിയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ മറ്റ് കറികളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഈവൻ പിക്കിൾ പോലും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.